ഓരോ ദിവസവും കഴിയും തോറും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ വിഷയത്തിൽ നിർണായക വഴിത്തിരിവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി നേതാവ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ. തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെയാണ് രൂക്ഷ വിമർശനങ്ങളുമായി കെ.എസ്. രാധാകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച തന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല. തന്ത്രി നിഷ്കളങ്കനല്ല, മറിച്ച് വ്യാജരേഖ ചമച്ച പ്രതിയാണ് എന്നിങ്ങനെ തന്ത്രിക്കെതിരെയുള്ള ഓരോ കുറ്റങ്ങളും എണ്ണി എണ്ണി പറയുകയാണ് അദ്ദേഹം. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാധാകൃഷ്ണൻ തന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കൂടാതെ 2019 മെയ് 18 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ വ്യാജ മഹസർ ചമച്ച 10 പട്ടികയിൽ 1-ാം പേരുകാരൻ തന്ത്രി കണ്ഠര് രാജീവര് തന്നെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതാണെന്ന അറിവ് തന്ത്രിക്കുണ്ടായിരുന്നു. മുൻപ് 38 കിലോ തങ്കം ഉപയോഗിച്ച് സ്വർണം പൊതിയുമ്പോഴും രാജീവര് തന്നെയായിരുന്നു തന്ത്രി. ഈ വസ്തുത മറച്ചുവെച്ച് വ്യാജരേഖ ഉണ്ടാക്കിയത് സ്വർണ്ണ കവർച്ചയ്ക്ക് കളമൊരുക്കാനാണെന്നും ഇത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷേത്ര സ്വത്തുക്കളുടെ കസ്റ്റോഡിയൻ അല്ലെന്ന വാദമുയർത്തി തന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ കുറിച്ചു. ശ്രീകോവിലിലെ ഏത് മരാമത്ത് പണിക്കും തന്ത്രിയുടെ രേഖാമൂലമുള്ള അനുജ്ഞ, അതായത് അനുവാദം ആവശ്യമാണ്. ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നത് ആചാരലംഘനമാണ്. ഇത് തടയുന്നതിൽ തന്ത്രി പരാജയപ്പെടുക മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. നിയമപരമായി പ്രതിഷ്ഠാമൂർത്തി ഒരു മൈനറാണ്. പ്രായപൂർത്തിയാകാത്ത ആ വ്യക്തിയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട രക്ഷിതാവിന്റെ കടമ തന്ത്രി ലംഘിച്ചു. സംഭവം ശരി തന്നെ. ശബരിമല വിഷയത്തിൽ നിർണായക വഴിത്തിരിവ് തന്നെയാണ് ബി നേതാവ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയമായ നീക്കമാണോ നടത്തുന്നത് എന്നുള്ള സംശയത്തിലാണ് എല്ലാവരും. കാരണം ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ഒരു രഹസ്യ ധാരണയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും ചേർന്ന് ശബരിമല വിഷയത്തിൽ അന്വേഷണം തന്ത്രിയിൽ ഒതുക്കാനുള്ള നീക്കമാണ് ഈ വെളിപ്പെടുത്തലിലൂടെ നടത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മന്ത്രിയെ രക്ഷിച്ച് തന്ത്രിയെ കൊടുക്കാനുള്ള പ്ലാൻ അണിയറയിൽ സജീവമാണെന്ന് തന്നെ പറയാം. ഏതായാലും ബി.ജെ.പി CPM അന്തർധാര എന്ന ആരോപണം വീണ്ടും സജീവമാക്കാൻ ഈ നീക്കം കാരണമായിരിക്കുകയാണ്. സർക്കാരിനെതിരെയുള്ള വലിയ ചർച്ചകളെ ഇല്ലാതാക്കാൻ തന്ത്രിയെ ഒരു ആയുധമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എങ്ങനെയൊക്കെ ജനങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയാലും കോൺഗ്രസ് നേതൃത്വം അതിന് സമ്മതിക്കില്ല. ഇതിനു പിന്നിലെ വമ്പൻ സ്രാവുകളെ പൊക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാണ്.